ഹലോ സ്നേഹിക്കൂട്ട് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് ആകപ്പാടെ പ്രശ്നങ്ങളും കാര്യങ്ങളുമായി നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ സേതുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അല്ലെ. തന്റെ ജീവിതം ചതിച്ച ഒരു മകനായിട്ടാണ് ഇപ്പൊ നമ്മുടെ സേതു മഹാലക്ഷ്മിക്ക് മുന്നിൽ. അങ്ങനെ പിറന്നാൾ ആഘോഷത്തിലും ആ ഒരു സദ്യ ഉണ്ണാനൊക്കെ നമ്മുടെ പൂർണിമാമയും അച്ഛനും കൂടെ നമ്മുടെ മഹാലക്ഷ്മിയുടെ വീട്ടിൽ, അതായത് ഇപ്പൊ സേതുവും പല്ലവിയും മഹാലക്ഷ്മിയും ഉള്ള വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ വരുമ്പോൾ നമ്മുടെ അമ്മ ഭയങ്കര കലിപ്പാട്ടോ. അമ്മ നമ്മുടെ സേതുവിനെ തട്ടി മാറ്റുന്നു, സദ്യയൊക്കെ വലിച്ച് എന്താ പറയാ കളയുന്നു, ഇലയെപ്പാടി ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്നു. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഈ ഒരു കലി കണ്ടിട്ട് നമ്മുടെ പൂർണിമാമയും അച്ഛനും ഒക്കെ ആകപ്പാടെ ഞെട്ടി നിൽക്കുവാണേ. പിന്നീട് ഏറ്റവും ഒടുവിൽ നമ്മുടെ മഹാലക്ഷ്മി പോയിട്ട് വേഗം പോയിട്ട് ഒരു മുറി കയറി കഥ കടക്കുന്നതും കാണാം. ഇവരൊക്കെ പുറകെ പോയി കഥകിൽ കൊട്ടുന്നുണ്ട്, പക്ഷെ മഹാലക്ഷ്മി തുറക്കുന്നില്ല. മഹാലക്ഷ്മി ഉള്ളിൽ ബോധം കെട്ട് കിടക്കുന്നൊരു രംഗവും കാണാൻ സാധിക്കുന്നുണ്ടേ. പിന്നെ നമ്മുടെ പൊന്നമ്മടം വീട്ടിലും ആകപ്പാടെ പ്രശ്നങ്ങളാട്ടോ. നമ്മുടെ ഇന്ദ്രജിത്തും നമ്മുടെ ഹരിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിൽ ഒരു കയ്യേറ്റം പോലെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഋതുവിന്റെ അടുത്തേക്ക് നമ്മുടെ ഇന്ദ്രജിത്ത് വരുമ്പോൾ ഇന്ദ്രജിത്തിനെ ഓടിക്കാൻ വേണ്ടി ഒരു ഫ്ലവർ വാസ് എടുത്ത് നമ്മുടെ ഋതു ഇന്ദ്രജിത്തിനെ അടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. ഏറ്റവും ഒടുവിൽ നമ്മുടെ പാറുവിനെ കാണാം. പാറുവിന്റെ വീട്ടില് നമ്മുടെ രാജലക്ഷ്മി വരികയും രാജലക്ഷ്മി നമ്മുടെ പാറുവിന്റെ അച്ഛനോടും അമ്മയോടൊക്കെ മാപ്പൊക്കെ പറഞ്ഞ് അവരായിട്ട് ഇങ്ങനെ എന്താ പറയാ സംസാരിച്ചിരിക്കുന്ന കുറച്ച് നല്ല നിമിഷങ്ങളും ഇതോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. കാത്തിരുന്നതിനെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.